ഹായ് ഹലോ വെൽക്കം ടു ഇ കെ മല്ലു ഫാമിലി. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ വെക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കുക്കിംഗ് ജസ്റ്റ് സ്റ്റാർട്ടായവർക്കും ബിഗിനർ ആയവർക്കൊക്കെ ഒരു ചിക്കൻ എങ്ങനെ വെക്കണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട. ഈ ഒരു ചിക്കൻ കറി നമുക്ക് പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ചപ്പാത്തി ഇടിയപ്പം അതിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ചെയ്ത് പോകുന്നതിനുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റൗവിലേക്ക് ചട്ടി ചൂടാക്കാൻ വെക്കുക. ചട്ടി ചൂടായതിന് ശേഷം മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റോ ഫ്ലേവർ മാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു പൊടികൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ സവാള, 2 വലിയ പീസ് ഇഞ്ചി, 3 വലിയ പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി ഇവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ആവുന്നത് വരെ നമ്മൾ എടുക്കേണ്ടതാണ്. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. 2 ഇടത്തരം തക്കാളിയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1.5 കപ്പോളം വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതായത് 360 ml വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അരപ്പൊന്ന് കുറുകിയതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 1,200ഓളം ചിക്കനാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മൂടി വെക്കുക. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ചിക്കൻ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുന്തോറും നമ്മൾ മൂടി മാറ്റി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കുരുമുളക് 1/2 ടീസ്പൂണും ഗരം മസാല 1 ടേബിൾ സ്പൂണും നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 വലിയ വറ്റൽമുളക്, 10 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇവ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് എടുക്കുക. ഇത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ഇത് ഓപ്ഷണലാണ്. നമുക്ക് കറി കൂടുതൽ ടേസ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചുവന്നുള്ളി വഴറ്റിയിടുന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇത് വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു വാച്ചിങ് ഫോർ ദിസ് വീഡിയോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.